ജോസയുടെ പ്രൊസീജിയേഴ്സ് സ്റ്റാർട്ടായി. ഇപ്പോൾ NITസിലേക്കും SPAസിലേക്കും അഡ്മിഷൻ പ്രതീക്ഷിച്ചിരിക്കുന്ന കുട്ടികൾക്ക് അതിൻ്റെ ഒരു അപ്ഡേറ്റ്സ് ആയിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ നാളെയാണ് അതിൻ്റെ അലോട്ട്മെൻറ്റിൻ്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് വളരെ ക്വിക്കായിട്ട് ഒന്ന് നോക്കി പോകാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സുകൾ മാത്രമാണ് ഞാൻ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി വരും ദിവസങ്ങളിൽ ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ വീഡിയോസ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. എന്തൊക്കെയാണെങ്കിലും നിങ്ങൾ ഒറിജിനൽ നോട്ടിഫിക്കേഷൻസ് ക്ലിയർ ആയിട്ട് വായിക്കുക. ഞാൻ ജസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സുകൾ ജസ്റ്റ് നോട്ട് ചെയ്ത് പറയുന്നതെന്നുള്ളൂ. നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻസ് വായിച്ചിരിക്കണം. ഓക്കെ, നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നാളെ 6-ാം തീയതി നമ്മൾ ഡാറ്റ വെരിഫിക്കേഷനും ചോയ്സ് ഫില്ലിങ്ങും ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസമാണ്. 15-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. അതിന് മുമ്പ് എല്ലാവരും ചെയ്തിരിക്കണം. ഫസ്റ്റിന് നമ്മൾ ഇതിൻ്റെ വെബ്സൈറ്റിലേക്ക് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തതിന് ശേഷം ലോഗിൻ ചെയ്യാൻ നിങ്ങൾക്ക് ഓൾറെഡി കിട്ടിയിട്ടുള്ള യൂസർ നെയിം പാസ്വേഡ് യൂസ് ചെയ്യാവുന്നതാണ്. വൺസ് ലോഗിൻ ചെയ്തതിന് ശേഷം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് ചോയ്സ് ഫില്ലിംഗ്. ചോയ്സ് ഫില്ലിംഗ് ഫസ്റ്റ് ഡേ തന്നെ എല്ലാവരും എല്ലാം കയറി ചെയ്യൊന്നും വേണ്ട. വളരെ ക്ലിയറായി സ്റ്റഡി ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടും നിങ്ങൾക്ക് കിട്ടാനുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയും ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാം. ലിസ്റ്റ് നിങ്ങൾക്ക് എൻ്റെ പ്രീവിയസ് വീഡിയോസ് നോക്കി പ്രിപ്പയർ ചെയ്യണമെങ്കിൽ അങ്ങനെ പ്രിപ്പയർ ചെയ്യാം. അതല്ലെങ്കിൽ തന്നെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഉണ്ട്. നിങ്ങൾക്ക് അങ്ങനെയും നോക്കിയിട്ട് ഫില്ല് ചെയ്യാം. ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസും നിങ്ങളുടെ കട്ട് ഓഫും ഒക്കെ ഓരോ കൊല്ലത്തെയും ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. വൺസ് ആ ലിസ്റ്റ് ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങൾ കിട്ടിയാലും പോകാൻ ചാൻസ് ഉള്ള കോളേജസിൽ മാത്രമേ നിങ്ങൾ കൊടുക്കാൻ പാടുള്ളൂ. നിങ്ങൾ കിട്ടിയിട്ട് പോകാൻ ഒട്ടും ചാൻസ് ഇല്ലാത്തൊരു കോളേജ് വെറുതെ കൊടുക്കരുത് തമാശയ്ക്ക്. അങ്ങനെ കൊടുത്താലും നിങ്ങൾ പുറത്താവും അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന്. കാരണം വൺസ് നിങ്ങൾക്ക് കിട്ടി കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്യാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാവരുത്. ഓക്കെ, അപ്പോൾ വൺസ് ചോയ്സ് ഫില്ലിംഗ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് റൗണ്ട് ഓഫ് അലോട്ട്മെൻറ്റ് ഒക്ടോബർ 17-ാം തീയതി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനു മുമ്പ് ട്രയൽ അലോട്ട്മെൻറ്റ്സ് എല്ലാം ഉണ്ടായിരിക്കും. നമുക്ക് ചെറിയ ചാൻസസ് ഒക്കെ മനസ്സിലാക്കാൻ. ശരിക്കുള്ള ഒറിജിനൽ അലോട്ട്മെൻറ്റ് ഒക്ടോബർ 17-ാം തീയതിയാണ് വരുന്നത്. അത് വൺസ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ ഓൺലൈനിൽ റിപ്പോർട്ട് ചെയ്യണം. ഫീസ് പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും. ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെ അപ്ലോഡ് ചെയ്യണമെന്നതിനെ പറ്റി ഞാൻ ചെറുതായിട്ട് ബ്രീഫായിട്ട് ഇപ്പോൾ പറയാം. എന്നാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇതാണിത്. നിങ്ങൾ ഓൺലൈനിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ആ ഇത് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഫീസ് അടയ്ക്കേണ്ടി വരും. ഫീസ് അടച്ചത് നിങ്ങൾ അവരുടേതല്ലാത്ത കാരണങ്ങളാൽ നിങ്ങൾ തന്നെ നിർത്തി പോവുകയാണെങ്കിൽ കുറച്ച് എമൗണ്ട് അവർ പിടിച്ചു വെച്ചതിന് ശേഷമാണ് റീഫണ്ട് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടും നിങ്ങൾ ജോയിൻ ചെയ്യാൻ സാധ്യതയുമുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സ് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ. ഇനി കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സുകൾ പറയാണ്. സ്ലൈഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് വൺസ് നിങ്ങൾക്കൊരു സീറ്റ് കിട്ടി കഴിഞ്ഞാൽ. അപ്പോൾ ആ സ്ലൈഡിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാത് ഇൻസ്റ്റിറ്റ്യൂഷനിൽ മറ്റ് ബ്രാഞ്ചുകൾ ലൈക്ക് ഇപ്പോൾ നിങ്ങൾക്ക് EC കിട്ടി സിവിലിലേക്ക് മാറണം, സിവിൽ കിട്ടി അങ്ങനെ മാറണം എന്നുണ്ടെങ്കിൽ അത് മാത്രം കൺസിഡർ ചെയ്യാനായിട്ടുള്ളൊരു ഓപ്ഷനാണ് സ്ലൈഡ് എന്നുള്ളത്. ആർക്കിടെക്ചർ മാത്രം നോക്കുന്നത് നിങ്ങൾക്കതൊരു ഇമ്പോർട്ടൻ്റ് അല്ല. ഫ്ലോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാലും ഇതുപോലെ തന്നെ മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്കും ഹയർ പ്രയോറിറ്റി കൊടുത്തിട്ടുള്ളതായിരിക്കും പോകാനായിട്ട്. ലൈക്ക് അത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ലൈക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ NIT കാലിക്കറ്റ് കിട്ടി. ഇനി സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങളെ SPA ഡൽഹി കൺസിഡർ ചെയ്യണമെങ്കിൽ നിങ്ങളത് ഫ്ലോട്ട് എന്നുള്ള ഓപ്ഷനിൽ ചെയ്യേണ്ടി വരും. ഇനി ലാസ്റ്റ് ഓപ്ഷനാണ് ഫ്രീസ്. അതായത് വൺസ് നിങ്ങൾക്ക് NIT കാലിക്കറ്റ് കിട്ടി, നിങ്ങൾ എവിടെയും വേറെ പോകാൻ ഉദ്ദേശിക്കുന്നില്ല, ഇത് തന്നെ മതി, നിങ്ങൾ ഫൈനലൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫ്രീസ് ചെയ്ത് വെക്കാം ഓപ്ഷൻ. ഇതാണ് സ്ലൈഡ്, ഫ്ലോട്ട്, ഫ്രീസ് തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, ഇതൊക്കെയാണെങ്കിൽ കൂടി നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ജോസയുടെ വെബ്സൈറ്റ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം എന്തെങ്കിലും അപ്ഡേറ്റ്സും കാര്യങ്ങളും വരുന്നുണ്ടോയെന്ന്. പിന്നെ സർട്ടിഫിക്കറ്റ്സ് ഇതൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടി വരുന്നത്. നിങ്ങൾക്കിത് പോസ് ചെയ്ത് വായിക്കാവുന്നതാണ്. ഇത് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഇത്തരം സർട്ടിഫിക്കറ്റ്സ് പ്രിപ്പയർ ചെയ്യണം. നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഫോർമാറ്റ് അവർ തന്നിട്ടുണ്ട്, ആ ഫോർമാറ്റിൽ തന്നെ പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ അലോട്ട്മെൻറ്റ് കിട്ടിയതിന് ശേഷം മെഡിക്കൽ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യേണ്ടി വരും. ഇതിനെപ്പറ്റിയൊക്കെ കൂടുതൽ ഡൗട്ട്സ് വരികയാണെങ്കിൽ അതുമായി റിലേറ്റ് ചെയ്തിട്ട് ഞാൻ ഇനിയും വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. ഇതൊരു ജനറലായിട്ട് ബ്രീഫിംഗ് ആണ്, ജനറലായിട്ടൊരു ഔട്ട്ലൈൻ അബൌട്ട് ജോസ് കൗൺസിലിംഗ്. ഓക്കെ, ഒരു ചെറിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു പ്രോസസ്സിനെ പറ്റിയിട്ട്. താങ്ക് യു.